മംഗല്യൻ തന്തുനാനെ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. തന്റെ മുന്നിൽ നിൽക്കുന്നവളെ വിശ്വസിക്കാൻ കഴിയാത്ത ഭാവത്തോടെ കണ്ണുകൾ വിടർത്തി നോക്കി നിന്നു അശോക്. ശിവാംഗി? അവന്റെ ചുണ്ടുകൾ പതിയെ മൊഴിഞ്ഞു. അശോക്? സന്തോഷത്തോടെ അവനെ ഇറുകപ്പെടുന്നുള്ള വിളിയിൽ തന്റെ ഇരു കണ്ണുകളും വലിച്ചടച്ചു അശോക്. കഴിഞ്ഞുപോയ ഓരോ കാര്യങ്ങളും ഓർത്തെടുക്കുമ്പോൾ അവസാന ആ ഓർമ്മകൾ വന്നിന്ന് തന്റെ കൂടെപ്പിറപ്പ് സരസിലായിരുന്നു. ഇരു കണ്ണുകളും വലിച്ചു തുറന്ന അശോക് അവൾ നൽകിയ പേപ്പർ കവർ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ നിധിയടക്കം എല്ലാവരും വിശ്വസിക്കാൻ കഴിയാതെ ഇടിവെട്ടേറ്റ് പോലെ നോക്കിപ്പോയി. അവന്റെ മുഖത്തേക്ക് സംശയഭാവത്തോടെ നോക്കി നിധി. ആ നിമിഷം അവിടെയുള്ള എല്ലാവർക്കും അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലൊരു നിമിഷം ഭയം തോന്നി. അത്രമാത്രം അവന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയിരുന്നു. ഞാടി ഞരമ്പുകൾ പോലും തെളിഞ്ഞു കാണും വിധം കണ്ണുകളിൽ പോലും അത്രമേൽ രക്തവർണ്ണമായിരുന്നു. അശോക്? പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു നിധി. Enough, ശിവാംഗി. How dare you? എന്റെ മുന്നിലേക്ക്, ഈ കൈലാസത്തിലേക്ക് വീണ്ടും കടന്നു വരാൻ? വലിഞ്ഞു മുറുകിയ മുഖത്തോട് അശോക് ചോദിക്കുമ്പോൾ താൻ ഇപ്പോൾ അവന്റെ മനസ്സിൽ ശിവാംഗി മാത്രമാണെന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു. മോനെ അശോക്, നീ കരുതും പോലെ ഇവൾ ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇവൾ ചെയ്ത തെറ്റാണെന്നറിഞ്ഞ ഗ്രാൻമ തന്നെ ഇവൾ അടിച്ചിറക്കും. അശോക്, ഞാൻ നീ അന്നേ പിടിക്കുക. പണത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിക്കാത്തവൾ. എന്തിന് 10 കാശ് തരാന്ന് പറഞ്ഞ ഏതവന്റെ പറഞ്ഞു തീരും മുമ്പ് അവന്റെ മുഖത്തേക്ക് കൈകൾ ഉയർത്തി അലറിയവൻ. അവന്റെ വാക്കുകൾ ഓരോന്നും കൂരമ്പ് പോലെ അവളുടെ ഹൃദയത്തിൽ തുളഞ്ഞേറുന്നുണ്ടായിരുന്നു. ഇല്ല ശിവാംഗി, നീ എനിക്കുണ്ടാക്കിയ നഷ്ടം അതെന്താണെന്ന് ഞാൻ മറക്കുന്നു കരുതിയോ? നീ എന്റെ സരസ്, അവനെനിക്ക് നഷ്ടമായതിന് കാരണം നീ മാത്രമാണ് ശിവ. അതീവ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അശോക് അലറി പറയുമ്പോൾ അവളുടെ മിഴികളുടെ തടവിലാ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അശോക്, ഞാൻ അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ശിവ, നിന്നെപ്പോലെ ഒരുത്തിക്ക് മാത്രമേ അതിന് സാധിക്കൂ. എന്റെ അവസ്ഥ മുതലെടുത്ത് എന്നിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ച പോലും അതിനു വേണ്ടി മാത്രമാ. ചെയ്ത തെറ്റാരും കണ്ടുപിടിക്കരുത്, അതാഗ്രഹിക്കുന്നുണ്ട്. ഇല്ല അശോക്, ഞാൻ അങ്ങനെ നിർത്തി. മോനെ അശോകെ, നീ കരുതുന്ന പോലെ അല്ല ഇവൾ ആരാണെന്നറിഞ്ഞ നീ തന്നെ ഈ പറഞ്ഞതൊക്കെ എന്താ ഗ്രാൻമ? ഇവളും ഗ്രാൻമയെ കയ്യിലെടുത്തു. ഇവൾ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഗ്രാൻമ. കാശിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവൾ, ഏത് ബാറിൽ വേണമെങ്കിൽ പോലും അഴിഞ്ഞാടാൻ പോലും മടിയില്ലാത്ത വെറൊരു ലോ ക്ലാസ്. അതുകൊണ്ടാണല്ലോ എന്റെ അവസ്ഥയിൽ ഇവിടെ കയറി വന്ന പോലും. അവളുടെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ വിതുമ്പിക്കൊണ്ട് അവനെ നോക്കി തന്റെ ഉദരത്തിൽ കൈകൾ പൊതിഞ്ഞു പിടിച്ചു ശിവ. അശോകിന്റെ വാക്കുകളൊന്നും വിശ്വസിക്കാൻ കഴിയാതെ അരുന്ധതി ഒഴികെ എല്ലാവരും അമ്പരപ്പോടെ ഒന്നും മനസ്സിലാവാതെ നോക്കി നിന്നു. അശോകിന് ഇതിനു മുമ്പേ അവൾ അറിയാം, അതും ശിവാംഗിയായി എന്ന ചിന്ത എല്ലാവരിലും കടന്നു വന്നു. അവളുടെ അവസ്ഥ എത്രമാത്രം വേദനയാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അരുന്ധതി അശോകിന് മുന്നിലേക്ക് കയറി നിന്നു. നീ ഇത് എന്തറിഞ്ഞിട്ട് ഈ പറയുന്നവൾ നിന്റെ മുത്തശ്ശി? വേണ്ട മുത്തശ്ശി, അശോകിനെ മനസ്സിലാക്കുന്ന വിശ്വാസമായിരുന്നു എനിക്ക്. പക്ഷേ പറയാൻ നിന്ന് അരുന്ധതിയുടെ വാക്കുകൾ തടഞ്ഞിർത്തിക്കൊണ്ട് പറഞ്ഞു ശിവ. ഒരുപക്ഷെ ഈ കുഞ്ഞുപോലും തന്റേതല്ലെന്ന് അവന്റെ വാക്കുകൾ കേൾക്കേണ്ടി വന്നാൽ താൻ ഈ നിമിഷം ഹൃദയം പൊട്ടി മരിച്ചു പോകുമെന്ന് തോന്നിപ്പോയി അവൾക്ക്. കലങ്ങിയ കണ്ണുകളോടെ അതിലുപരി തളർന്ന മനസ്സോടെ അശോകിന്റെ മുഖത്തേക്ക് നോക്കി ശിവ. അശോക്, ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നത് താൻ വിശ്വസിക്കുന്നുണ്ടല്ലേ? ആ വിശ്വാസത്തെ ഒരിക്കലും ഞാൻ തിരുത്താൻ വരില്ല അശോക്. അതിനൊന്നല്ല, ഇനി ഒരിക്കലും അശോകിന്റെ ജീവിതത്തിൽ ഈ ശിവ വരില്ല, ഒരിക്കലും. വാർന്നൊഴുകുന്ന മിഴികളോടെ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ശിവ. ഇനി നീ വന്നാലും നിന്നെപ്പോലൊരുത്തി അംഗീകരിക്കാൻ ഈ അശോക് തയ്യാറല്ല ശിവ. അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ നിന്നോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല ശിവ. സോ ഗെറ്റ് ഔട്ട്. ഒരു ജീവച്ചവൻ പോലെ അവന്റെ വാക്കുകൾ കേട്ടൊന്ന് ചലിക്കാൻ കഴിയാതെ നിന്നുപോയി അവൾ. അശോക്! അവന്റെ അവസാന വാക്കുകളിൽ രാജവർമ്മയുടെ ശബ്ദം ഉയർന്നു. വേണ്ട പപ്പ, ഈ കാര്യത്തിൽ ആരുടെ വാക്കുകൾക്കും ഇവിടെ സ്ഥാനമില്ല. അശോക്, നീ എന്തൊക്കെയാ പറയുന്നേ? നിനക്കെല്ലാം കുട്ടികളിയാണ് അശോക്. ഇവളിന്ന് നിന്റെ ഭാര്യ. ഇന്ന് നീ ഈ അവസ്ഥയിൽ നിൽക്കുന്ന പോലെ ഇവള് കാരണ. ദേഷ്യത്തോടെ അവന്റെ മുന്നിൽ വന്ന് പറഞ്ഞു സരസ്വതി. വാട്ട്? എന്റെ ഭാര്യയോ? ഇവളുടെ കഴുത്തിൽ താലി ചാർത്തി ഓർമ്മ പോലും എന്നില്ല മമ്മ. പിന്നെ ഇവൾ അവസരം മുതലെടുത്ത് ചെയ്തതിനൊക്കെ എത്ര വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാം. അതാണല്ലോ അവളുടെ ആവശ്യവും. അശോക്, ഇല്ല മമ്മ, ഇവള് എനിക്കറിയുന്നതിൽ കൂടുതൽ മറ്റാർക്കും അറിയില്ല. എന്താ അറിയില്ലെന്ന്? ഇവൾ നിന്റെ ആരാണെന്ന്? എന്റെ ആരുമല്ല. അവന്റെ ശബ്ദം കൈലാസത്തിന്റെ മുക്കിലും മൂലയിലും വരെ എത്തിയിരുന്നു.
താൻ ആരുമല്ലെന്ന അവന്റെ വാക്കുകൾ കാതുകളിൽ തുളഞ്ഞേറുമ്പോൾ മിഴികളിൽ നിന്നിറ്റ് വീഴുന്ന രക്തമാണെന്ന് തോന്നിപ്പോയി ശിവയ്ക്ക്. എന്റെ ആരും അല്ല മമ്മ ഇവള്. മോനെ അശോക്. ശിവയുടെ അവസ്ഥയാണ് അവനറിയാതെ വിളിച്ചുപോയി അരുന്ധതി. അശോക്, എനിക്ക് പറയാനുള്ള കൂടെ നീ ഒന്ന് കേൾക്കും മോനെ. ഇല്ല ഗ്രാൻഡ, ഇവളുടെ കാര്യത്തിൽ ആരുടെ വാക്ക് കേൾക്കാനും ഈ അശോക് തയ്യാറല്ല. ഇവളിൽ തീരുമാനമെടുക്കാൻ ഇനി ഒന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞുകൊണ്ട് അതീവ ദേഷ്യത്തോടെ മിഴികൾ വാർന്നു നിൽക്കുന്ന ശിവയെ നോക്കിക്കൊണ്ട് അവരുടെ മുന്നിലേക്ക് ചെന്നു അശോക്. രൂക്ഷമായ അവന്റെ നോട്ടം ചെന്നെത്തിയത് കഴുത്തിൽ കിടക്കുന്ന അവന്റെ താലിയിലേക്കാണ്. അശോക്! രാജവർമ്മയുടെയും അരുന്ധതിയുടെയും സരസ്വതിയുടെയും ശബ്ദം ഒരുപോലെ ഉയർന്നു. ഒന്ന് കണ്ണി ചിമ്മി തുറക്കും മുമ്പേ തന്റെ കഴുത്തിലെ താലി വലിച്ചെടുത്ത് തന്നെ രൂക്ഷമായി നോക്കുന്ന അശോകിനെ വിശ്വസിക്കാൻ കഴിയാതെ നോക്കിപ്പോയി ശിവ. നെഞ്ചിൽ ആരോ കത്തി തറക്കും പോലെയുള്ള വേദന, ഹൃദയം കുത്തിമുറിക്കും പോലെ. അശോക്! അറിയാതെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അവളുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. ഒരു മൂലയിലേക്ക് ആ താലി വലിച്ചെറിയുമ്പോൾ രണ്ടുപേരൊഴികെ അവിടെയുള്ള എല്ലാവരുടെയും മിഴികൾ നിറഞ്ഞൊഴുകി. ഒരു പ്രതിമ കണക്കെ നിൽക്കുന്നവരുടെ കൈത്തണ്ടയിൽ പിടിച്ച് പുറത്തെ മെയിൻ ഡോർ ലക്ഷ്യമാക്കി നടന്നു അശോക്. അശോക്! വിളിച്ചുകൊണ്ട് സരസ്വതി ഓടിച്ചെന്ന് പുറകെ. പുറത്തേക്ക് അവൾ തള്ളി നീക്കുമ്പോൾ അവൾ നിലത്തെ വീഴാത്തവണ്ണം സരസ്വതി ഓടി വന്ന് മുന്നോട്ടാഞ്ഞ് അവളെ താങ്ങിപ്പിടിച്ചു. അശോക്! മമ്മ, അകത്തേക്ക് പോ മമ്മ. ഇല്ല അശോക്, നീ ചെയ്യുന്നോർത്ത് നീ തന്നെ കരയേണ്ടി വരും അശോക്. മമ്മ, അകത്ത് കയറാൻ പറയുന്നതോടൊപ്പം സരസ്വതിയുടെ കയ്യിൽ പിടിച്ച് അവരകത്തേക്ക് കയറ്റി. ശിവയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൾക്ക് മുമ്പിൽ ആ ഡോർ കൊട്ടിയടച്ചു അശോക്. തന്റെ മുഖത്തേക്ക് അടിക്കും പോലെ അവന്റെ ആ പ്രവൃത്തി നോക്കി നിന്നു ശിവ. വേദനയോടെ നോക്കിയിരുന്ന അരുന്ധതി അവരെ നോക്കിക്കൊണ്ട് വിതുമ്പിക്കരഞ്ഞു. ആരെയും നോക്കാതെ അശോക് മുകളിലേക്ക് കയറിപ്പോയി. വിതുമ്പിക്കരയുന്ന അരുന്ധതി ബോധം മറഞ്ഞ് അടുത്തുള്ള സെറ്റിയിലേക്ക് വീണു. അമ്മേ! അയ്യോ മമ്മ! എല്ലാവരും നിറഞ്ഞ മിഴികളോടെ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നാൽ തങ്ങൾ ആഗ്രഹിച്ചെല്ലാം ഒന്നും ചെയ്യാത്ത അശോകിനാൽ നടന്നോർത്ത് മാലിനിയുടെയും സൗഗന്ധിയുടെയും മുഖം പൂനിലാവ് പോലെ തിളങ്ങി. പൊട്ടിക്കരഞ്ഞ നിലത്തേക്ക് ഊർന്നിരുന്നു നിധി. അശോക് എന്ന് വിളിച്ചുകൊണ്ട് അത്രയും നേരം അടയ്ക്കുന്ന മനസ്സിനെ പിടിവിട്ട് വാവിട്ട് കരഞ്ഞു അവൾ. പുറത്ത് ആർത്തലച്ച് പെയ്യുന്ന മഴയിലേക്ക് അല്പനേരം നോക്കി നിന്നു. പതിയേണീറ്റ് തന്റെ ഉദരത്തൊരു കൈയാൽ പൊതിഞ്ഞു പിടിച്ച് ആർത്തലച്ച് പെയ്യുന്ന മഴയിൽ ഒരു ജീവശവം പോലെ പ്രതിമ കണക്കി നടന്നു. കൈലാസത്തിന്റെ ഗേറ്റിനടുത്തെത്തിയതും അകത്തെ ബഹളമെല്ലാം കേട്ടുകൊണ്ടാവാം മനോഹർ ഒരു കുടയും കൊണ്ട് ഓടി വന്നു. മോളെ, എന്താ കുട്ടി ഇതൊക്കെ? ഒന്നും മനസ്സിലാവുന്നില്ല. കുട്ടി നിക്ക്, ഞാൻ കാറെടുത്തു വരാം. വേണ്ട എന്നർത്ഥത്തിൽ തലയൊന്നു കുലുക്കി മുന്നോട്ട് നടന്നു അവൾ. അവസാനമായി നിറഞ്ഞ കണ്ണുകളിൽ മങ്ങിയ കാഴ്ചകളോടെ ആ വീടിനൊന്നാകെ നോക്കിയ ശേഷം പതിയെ ആ മഴയിൽ നടന്നു നീങ്ങി അവൾ. നനഞ്ഞുട്ടി തകർന്നു പോകുന്നവളെ വേദനയോടെ നോക്കി മനോഹർ. മുറിയിലെത്തിയ അശോക് ദേഷ്യത്തോടെല്ലാം തച്ചുടച്ചു. ഇല്ല ശിവ, നീ എന്നല്ല, എന്റെ നിധിക്കല്ലാതെ മറ്റാർക്കും ഈ അശോകിന്റെ ജീവിതത്തിലെ സ്ഥാനമില്ല. മുറിയിൽ കൈകോർത്ത് എല്ലാം വലിച്ചെരുമ്പോൾ കണ്ണുകൾ ചെന്നെത്തിയത് പെയിന്റിംഗ് ബോർഡിൽ കാണുന്ന ശിവയും താൻ ഒരുമിച്ചിരിക്കുന്ന ചിത്രത്തിലേക്കാണ്. കണ്ടപാടെ ദേഷ്യത്തോടെ അതിനെ വലിച്ചു കയറി എറിഞ്ഞവൻ എല്ലാം തട്ടിത്തെറിപ്പിച്ച് ബാൽക്കണിയിൽ ചെന്നിന്നു കണ്ടു. ആർത്തലച്ചു പെയ്യുന്ന മഴയിൽ നടന്ന് നീങ്ങുന്നവളെ. തൊട്ടടുത്തുള്ള ബീൻ ബാഗിലേക്ക് ഇരുന്ന് കണ്ണുകൾ ഇറക്കി അടച്ചു അശോക്. എങ്ങോട്ടാണ് താൻ നടന്നു നീങ്ങുന്നതെന്ന ചിന്ത പോലുമില്ലാതെ ശിവ ആ മഴയിൽ നടന്നു നീങ്ങി. ഇടയ്ക്ക് തന്നെ മിഴികൾ മുന്നിലെ കാഴ്ചകളെയും മറച്ചു വെക്കുന്നുണ്ട്. അപ്പോഴും അതൊന്നും അവൾ അറിയുന്ന പോലും ഉണ്ടായിരുന്നില്ല. അവളുടെ മനസ്സിൽ അപ്പോഴും തന്നെ നെഞ്ചിൽ തറക്കുന്ന അശോകിന്റെ വാക്കുകളും തന്റെ കഴുത്തിലെ താലി പൊട്ടിച്ചെടുത്ത രംഗവും മാത്രമായിരുന്നു. കുറച്ചു ദൂരം നടന്നെത്തിയതും ഒരു ജീവശവം നടക്കുന്ന പോലെ നടക്കുന്നവളെ പലരും ശ്രദ്ധിക്കാൻ തുടങ്ങി. അതൊന്നും തന്നെ അവൾ അറിയുന്ന പോലും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ചീറിപ്പാഞ്ഞ് ഒരു കാർ അവൾക്കടുത്തായി വന്നത്. കൈകൾ കൊട്ടി ഒരു ഉന്മാദിയെ പോലെ പൊട്ടിച്ചിരിച്ചു മാലിനി. അയ്യോ മോളെ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രത്തോളം സന്തോഷിച്ചിട്ടില്ല. ഹോ, എന്തൊക്കെയായിരുന്നു അശോക്, നിധി, അശോകിന്റെ സ്വന്തം നിധി, അവളുടെ മാത്രം അശോക്, ലോകത്തൊരിടത്ത് ആരും കാണാത്ത ദിവ്യ പ്രണയം. എന്നിട്ടിപ്പൊ എന്തായി? അവൻ തന്നെ ഒരു പട്ടിയുടെ വില പോലും ഇല്ലാതെ ആട്ടിയിറക്കി, അതും കെട്ടിയ താലി വരെ പൊട്ടിച്ചെറിഞ്ഞ്. എന്തായാലും മോളെ, നമ്മൾ ചെയ്യേണ്ട അവൻ തന്നെ കണ്ടറിഞ്ഞ് ചെയ്തു. എന്നാലും ഞാൻ അതല്ല അമ്മ ഓർക്കുന്നത്, ഇവർ തമ്മിൽ നേരത്തെ ഇങ്ങനെ പരിചയം എന്നാ? അതെങ്ങനെയാ ആവട്ടെ, ഒരു കാര്യം എന്തായാലും ഉറപ്പാ, ശിവാംഗിയെ മാത്രമേ അശോകിനെ അറിയൂ, അവനെ നിധിയെ അറിയില്ല. അമ്മ പറഞ്ഞ ശരിയാ. എന്നാൽ ഞാൻ ചിന്തിക്കുന്നത് അശോകിനെ എങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ടും എത്ര ധൈര്യം ഉണ്ടായിട്ടാ അവൾ അശോകിന്റെ ഭാര്യയായതെന്നാ. അതിനുള്ള ഉത്തരം ഒന്ന് മാത്രം സൗഗന്ധി. അശോക് അവൾക്ക് ആരായിരുന്നു എന്നത് അവൾക്കറിയാം. അമ്മേ, അപ്പൊ അതുകൊണ്ടാണോ അവളെല്ലാം മനസ്സിലാക്കിയിട്ട് അശോകിന്റെ കൂടെ? എന്നാലും എന്തായിരിക്കും അവർ തമ്മിൽ ഉണ്ടായിട്ടുള്ളത്? അതെന്തോ ആവട്ടെ മോളെ, നമ്മുടെ ലക്ഷ്യം നടന്നില്ലേ മോളെ. ഇനി നീ വേണമെല്ലാം നോക്കാൻ.
അവന്റെ മനസ്സിനെ നിന്റെ കൈക്കുള്ളിലാക്കി തീർക്കണം. ഇനി എല്ലാം നിന്റെ മിടുക്ക് പോലെ ഇരിക്കും. അല്ലമ്മേ, ഞാൻ സംശയം പറഞ്ഞോട്ടെ? ഒരുപക്ഷെ ഇനി അവൾ നിധിയാണെന്ന് അശോക് അറിഞ്ഞാൽ മുത്തശ്ശിയെല്ലാം അശോകിന് ഇത് അറിയിക്കില്ലെന്ന് തോന്നുന്നുണ്ടോ? നീ പറഞ്ഞ് ശരിയാ, ഒരു വഴിയുണ്ട്. എന്താ അമ്മേ? പറയാം, നീ പോയൊരു കാര്യം ചെയ്യും പറഞ്ഞുകൊണ്ട് അവളോട് സ്വകാര്യം പോലെ എന്തോ പറഞ്ഞു മാലിനി. ഇപ്പൊ കൊണ്ടുവരാമേ. അതും പറഞ്ഞുകൊണ്ട് സൗഗന്ധി മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. ഇല്ല അശോക്, ഇനി അവൾ നിനക്കരികിലേക്ക് ഒരിക്കലും എത്താൻ പോകുന്നില്ല. മനസ്സിൽ കരുതുന്നതോടൊപ്പം ഗൂഢമായി പുഞ്ചിരിച്ചു അവർ. അല്പനേരം കഴിഞ്ഞതും സൗഗന്ധി ഒരു ഫോണും പിടിച്ചുകൊണ്ട് ഓടി വന്നു. ദേ അമ്മേ, സരസ്വതി ആന്റിയുടെ ഫോണ്. ആന്റി മുത്തശ്ശിയുടെ അടുത്താ. അമ്മ വേഗം വിളിച്ചിട്ട് ഫോൺ താ, അവിടെ തന്നെ തിരികെ വെക്കണം പറഞ്ഞുകൊണ്ട് സൗഗന്ധി ഫോൺ മാലിനിക്ക് നൽകി. തനിക്ക് നേരെ നീട്ടിയ ഫോൺ വാങ്ങിക്കൊണ്ട് മാലിനി അതിൽ നിന്നും ദുർഗയുടെ നമ്പറിലേക്ക് വിളിച്ചു. സത്യേട്ടാ, ശിവ വിളിച്ചില്ലല്ലോ. അശോക് എത്തിക്കാണില്ലേ? രാവിലെ എത്തുന്നല്ലേ പറഞ്ഞ്. നീ ഒന്ന് സമാധാനിക്കു ദുർഗ, അവള് തിരക്കിൽ ഒഴിഞ്ഞ് വിളിച്ചോളും. സത്യൻ പറഞ്ഞു നിർത്തിയതും ദുർഗയുടെ ഫോൺ റിങ് ചെയ്ത് ഒരുമിച്ചായിരുന്നു. ഫോൺ എടുത്ത് നോക്കിയതും അതിൽ സരസ്വതി എന്ന് സേവ് ചെയ്ത നമ്പർ കണ്ട് സന്തോഷത്തോടെ തന്നെ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. ഹലോ. ഒന്നും മിണ്ടാതെ ഫോൺ ചെവിയിൽ വെച്ച് സ്തംഭിച്ച് നിൽക്കുന്നവളെ കണ്ട് സത്യൻ സംശയഭാവത്തോടെ നോക്കി. ദുർഗയ്ക്ക് ഞാൻ പറഞ്ഞൊന്നും ചിലപ്പോൾ വിശ്വാസം വരുന്നുണ്ടാവില്ല, പക്ഷേ പറയാതിരിക്കാൻ വയ്യ. പാവം, എത്ര പ്രതീക്ഷയോടെ അശോകിനെ കാത്തിരുന്ന്, എന്നിട്ട് അവസാനം എന്തിനു പറയുന്നു ഇറക്കി വിട്ടു എന്ന് പറഞ്ഞാൽ പോരെ. കഴുത്തി കിടക്കുന്നവളുടെ താരി വരാൻ പൊട്ടിച്ചളഞ്ഞുപോയി. അവളൊരു അമ്മയാൻ പോകുന്നു, അവനെ കുഞ്ഞാണെന്ന് പോലും നോക്കാതെ എത്ര ക്രൂരായിട്ട് അവളോട് പെരുമാറിയത് കണ്ടുനിന്ന് ഞങ്ങൾക്ക് പോലും സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചത്. ചെറിയ പ്രായമല്ലേ, പോരാത്തിന് വയറ്റ് വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ തന്നെ ആട്ടിയിറക്കി. ആ മനസ്സിന് താങ്ങാൻ കഴിയുന്ന വേദനയാണോ? വല്ല ആപത്തും കാണിച്ചാലോ എന്നോർത്താ ഞാൻ എല്ലാം വിളിച്ചു പറഞ്ഞ്. മിക്കവാറും ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ്. ഒരു 2 മണിക്കൂറിനുള്ളിൽ അവിടെ എത്താതിരിക്കില്ല അവള്. നിങ്ങൾ വേണം അവളെ ആശ്വസിപ്പിക്കാൻ. എന്തിനു പറയുന്നു, അശോകിനെ തിരിച്ചു കിട്ടിയപ്പോൾ അവൻ്റെ അമ്മ സരസ്വതിയും എൻ്റെ അമ്മ അരുന്ധതി പോലും അവളെ ഇറക്കി വിടാൻ കൂട്ട് നിൽക്കുകയായിരുന്നു. മാലിനി എരിവും പുളിയും ചേർത്ത് നടന്നതിനേക്കാൾ കൂടുതൽ ദുർഗയുടെ കാതുകളിൽ പറഞ്ഞു ഏൽപ്പിച്ചു. മാലിനി ഫോൺ വെച്ചതും ദുർഗയുടെ കാതുകളിൽ അടുപ്പിച്ചു വെച്ച ഫോൺ നിലത്തേക്ക് ഊർന്നു വീണു. ദുർഗെ, എന്താ പറ്റിയേ? ആരാ വിളിച്ചേ? അല്പനേരം വേണ്ടി വന്നു ദുർഗയ്ക്ക് സ്വബോധം വീണ്ടെടുക്കാൻ. സത്യേട്ടാ, നമ്മുടെ മോള് നിറഞ്ഞ കണ്ണുകളോടെ അതിലുപരി അമ്പരപ്പോടെ സത്യന്റെ കോളിൽ പിടിമുറുക്കി ദുർഗ. എന്താ ദുർഗ, നീ കാര്യം എന്താന്ന് പറ. സത്യേട്ടാ, വിളിക്ക്, ശിവയെ വിളിക്ക്. അവൾ എവിടെ എത്തി ചോദിക്കും, നമുക്ക് അവളുടെ അടുത്തേക്ക് പോവാം. കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറയും ദുർഗയെ ഒന്നും മനസ്സിലാവാതെ നോക്കി സത്യൻ. എന്റെ ദുർഗയെ നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അവളിപ്പോ കൈലാസത്തില് ഇല്ല. എന്റെ മോളിപ്പോ അവിടെ ഇല്ല. എല്ലാരും കൂടി ചതിക്കുകയായിരുന്നു. അവളൊരു പട്ടിയുടെ വില പോലും നൽകാതെ ആട്ടിയിറക്കി എല്ലാവരും. ദുർഗ, നീ എന്താ പറഞ്ഞേ? ശിവയെ? അതേ സത്യേട്ട, വിളിച്ചതാ മാലിനിയ പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യനോട് തുറന്നു പറഞ്ഞു ദുർഗ. വിശ്വസിക്കാൻ കഴിയാതെ തൊട്ടടുത്ത ചേറിൽ ഇറുകെ പിടിച്ച് നിലത്തേക്കിരുന്നു സത്യൻ. അന്നേ പറഞ്ഞാൽ ഞാനൊന്നും വേണ്ട. ദേവനായിരുന്നു അവളുടെ ഭർത്താവെങ്കിൽ അവന്റെ ഉള്ളം കയ്യിൽ കൊണ്ടുനടന്നു എന്റെ മോള്. ഇല്ല, ഒന്നിനെയും ദുർഗ വെറുതെ വിടില്ല. അല്പനേരം കൂടി ഞാൻ കാത്തിരിക്കും. അതിനുള്ളിൽ ശിവ ഇവിടെ എത്തിയില്ലെങ്കിൽ പിന്നെ അവർ ഏത് കൊമ്പത്തുള്ളവരാണെങ്കിലും ശരി കണക്ക് പറയിപ്പിക്കും ദുർഗ. ദുർഗയുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? ഇനി അവളെ ചോദിച്ചു ചെന്നാലേ അവരവരെ ചൂലെടുത്ത് തല്ലിയിറക്കും. കാര്യം അവളുടെ അമ്മായി ആണെങ്കിൽ അവർക്ക് അവളെന്ന് വെച്ചാൽ ജീവനാ. അത് അമ്മ പറഞ്ഞ ശരിയാ. ഏതായാലും ഇന്നത്തോടെ അശോകിൽ നിന്ന് നിധി എന്ന ചാപ്റ്റർ ക്ലോസ് പറയുന്നതോടൊപ്പം പുഞ്ചിരിച്ച് സൗഗന്ധി. മോളെ, കുറച്ച് കഴിഞ്ഞ് നീ അശോകിൻ്റെ അടുത്തേക്ക് ചെല്ലണം. ഇനി അവൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നോക്കേണ്ടത് നീയാ. അങ്ങനെ അവളിൽ നിന്ന് പൊട്ടിച്ചെറിഞ്ഞ താലി അതെ എന്നെ മോളുടെ കഴുത്തിൽ വന്ന് നിൽക്കണം. അമ്മ നോയിക്കോ, ഇനി അത് പുഷ്പം പോലെ ഞാൻ നേടിയെടുക്കും. വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞവൾ. മണിക്കൂറുകൾ എത്ര കടന്നുപോയെന്ന് പോലും അറിയാതെ അശോക് ഏറെ നേരം ഒരേ ഇരിപ്പിരുന്നു. അശോക്, സൗഗന്ധിയുടെ ശബ്ദം കാതിൽ പതിഞ്ഞതും പതിയെ ഒന്ന് കണ്ണുകൾ തുറന്ന് മുന്നോട്ട് നോക്കി അശോക്. എന്തിരിപ്പ അശോക് ഇത്? രാവിലെ എത്തിയതാ നീ. ഇപ്പൊ സമയം എത്രയായിന്നറിയോ? നീ വന്നിട്ട് 6-7 മണിക്കൂർ കഴിഞ്ഞു. ആർക്കും നീ എന്തെങ്കിലും കഴിച്ചോ കുടിച്ചോ വേണമെന്നൊരു ചിന്ത പോലും ഇല്ല. എല്ലാം അവള് കാരണം. അവളെ പടിയിറക്കിയ ദേഷ്യം എല്ലാവർക്കും. എന്തിനു പറയുന്നു? മുത്തശ്ശി BP പറഞ്ഞ് തലറിങ്ങി വീണു. ഡോക്ടർ വന്ന് പരിശോധിച്ചു പോയി. ഇതൊന്നും അശോക് അറിഞ്ഞില്ല. നീ ഏറെ സ്നേഹിക്കുന്ന മുത്തശ്ശിക്ക് പോലും ഇങ്ങനെ വരാൻ കാരണം അവൾ ഒറ്റ ഒരാളാ. സൗഗന്ധി പറയുന്ന കേട്ടതും അശോക് ബീൻ ബാഗിൽ നിന്ന് ചാടി എണീറ്റു. അവളെ ഓർത്ത് നീ വിഷമിക്കരുത്. ഞാൻ നിനക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നാ. വാ അശോക്, ഞാൻ നിനക്ക് തരാം. നീ സുഖമില്ലാത്ത സമയത്ത് ഞാനായിരുന്നില്ലേ നിനക്ക് തന്നിരുന്നു. നിന്റെ ഭാര്യ എന്ന് പറഞ്ഞ ഇവിടെ കയറി വന്നവളെ എല്ലാവർക്കും മുമ്പിൽ അഭിനയിക്കുകയായിരുന്നു. പഠിച്ച കളിയവള്. ഗ്രാൻഡ്മയുടെ ആൾ പറയുന്നൊന്നും മൈൻഡ് കൊടുക്കാതെ അവൻ ഗ്രാൻഡ്മയെ അന്വേഷിച്ച്.
അശോക് നീ ഇതാദ്യം കഴിക്ക്, മുത്തശ്ശി മുറി കിടക്കുന്നുണ്ട്, ദാ ഇത് കഴിക്ക അശോക്. പറഞ്ഞുകൊണ്ട് അവന് മുന്നിലേക്ക് നീട്ടിയതും അത് ഗൗനിക്കാതെ മുന്നോട്ട് പോകാൻ നിന്ന് അവന്റെ കൈകളെ പിടിച്ച് തടഞ്ഞു. അഗ്നിയെരിയുന്ന ദേഷ്യത്തോടെയുള്ള നോട്ടമായിരുന്നു അവൾക്കുള്ള മറുപടി. അവന്റെ നോട്ടം കണ്ടതും അവളുടെ ഉള്ളിൽ ചെറിയ പേടി സ്ഥാനം പിടിച്ചു. പതിയെ ഒന്ന് ഉമിനീരിറക്കിക്കൊണ്ട് അവന്റെ കൈകളിൽ നിന്നും പിടിവിട്ട് സൗഗന്ധി. കാറ്റുവേഗത്തിൽ മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോകുന്നവനെ ഒരു മുഷിച്ചിലൂടെ നോക്കി നിന്നു അവൾ. അരുന്ധതിയുടെ മുറിയുടെ മുമ്പിൽ നിന്നെത്തിയതും ബെഡിൽ ഹെഡ്ബോർഡിൽ ചാരിക്കിടക്കാൻ തന്റെ ഗ്രാൻമയെ നോക്കിക്കൊണ്ട് അടുത്തേക്ക് ഓടിച്ചെന്നു അശോക്. ഗ്രാൻമ. അശോകിന്റെ വിളിയിൽ മിഴികൾ തുറന്നു നോക്കി അരുന്ധതി അവനെ കണ്ടപാടെ ദേഷ്യവും സങ്കടവും കടിച്ചമർത്തി മുഖം തിരിച്ചു. തന്റെ ഗ്രാൻമയുടെ പ്രവൃത്തി തന്നെ വേദനിപ്പിച്ചെങ്കിലും അതിന്റെ കാരണം നന്നായിട്ട് അറിയാമായിരുന്നു അശോകിന്. ഗ്രാൻമ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് നീട്ടി വിളിച്ചു അശോക്. വേണ്ട, എനിക്ക് നിന്നെ കാണേണ്ട അശോക്, എന്റെ മുന്നിലേക്ക് നീ വരികയും വേണ്ട. ഗ്രാൻമ എന്തറിഞ്ഞിട്ടാ അവൾക്ക് വേണ്ടി എന്നോട് ഈ വെറുപ്പ് കാണിക്കുന്നത്? അവൾ ചെയ്തതെല്ലാം അറിഞ്ഞ ഗ്രാൻമ തന്നെ അവളെ നിർത്ത അശോക്. ആ പാവ എന്ത് ചെയ്താ നീ പറയുന്നത്? അവൾ അന്ന് കരുതിയ പോലെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നീ സ്നേഹിക്കുന്നതിന്റെ കൂടപ്പിറപ്പ് സരസ് അവൻ നീ ജീവനോടെ ഉണ്ടാവുമായിരുന്നു. അന്ന് ബാംഗ്ലൂരിൽ വെച്ച് നടന്നെല്ലാം ഈ വീട്ടിൽ വന്ന് അന്ന് തന്നെ എന്നോടെല്ലാം പറഞ്ഞ്. അശോക് നെറ്റി വിളിച്ച് സംശയഭാവത്തോടെ നോക്കി അരുന്ധതി അന്ന് നിധി പറഞ്ഞെല്ലാം അവന്റെ മുന്നിൽ ഓരോന്നായി പറഞ്ഞു തുടങ്ങി. നിനക്ക് ഇനിയും സംശയമാണെങ്കിൽ നിനക്ക് ആ വീട്ടിലുള്ളവർ അറിയുന്നല്ലേ, അവിടെ ചെന്ന് നീ തന്നെ അന്വേഷിക്കുക അശോക്. ശരി ഗ്രാൻമ പറഞ്ഞാലും ഞാൻ അംഗീകരിക്കാം. എന്നാലും ആരൊക്കെ പറഞ്ഞാലും എനിക്ക് അവൾ എന്റെ ഭാര്യയായിട്ട് കാണാൻ കഴിയില്ല. കാരണം ഞാൻ അത്രയും എന്റെ നിധിയെ ഇല്ല അശോക്. ഗ്രാൻമയുടെ മോൻ ഇതുവരെ നിന്റെ അച്ഛനെയോ ഗ്രാൻമയോ അമ്മയോ മനസ്സിലായിട്ടില്ല. എന്തിന് നിന്റെ നിധിയെ പോലും നീ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നീ അവളെ ഇന്ന് നിന്റെ നെഞ്ചോട് ചേർത്ത് വെക്കുമായിരുന്നു. ഇല്ല ഗ്രാൻമ, അവളെയൊന്നല്ല മറ്റാരെയും സ്നേഹിക്കാൻ അശോകിന് കഴിയില്ല. കാരണം അതെ കഴിയില്ല, നിനക്ക് സ്നേഹിക്കാൻ ഒരാളെ മാത്രമേ കഴിയൂ, അത് നിന്റെ നിധിയെ. അതല്ലേ നീ പറയാൻ പോകുന്ന കാരണം. എന്നാ എന്റെ മോൻ ഇപ്പോഴും സത്യം കൂടെ മനസ്സിലായിക്കോ. നീ ബാംഗ്ലൂർ വെച്ച് അടികൂടിയതും തർക്കിച്ചതും ഇന്ന് നീ പടിയിറക്കി വിട്ട ആ ശിവാംഗി അവള് തന്നെ അശോക്. ഈ കാലം അത്രയും നീ മനസ്സിൽ കൊണ്ടിടുന്ന നീ തിരഞ്ഞെടുന്ന നിന്റെ നിധി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.